സാന്ത്വനത്തിന്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതി ആര്യന്റെ കാല് പിടിച്ച് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് വിടുന്നില്ല. അമ്മ എന്ത് ചെയ്യണം അമ്മയെന്ന് വെച്ചിട്ട് ആര്യം കാല് വലിക്കാൻ നോക്കുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ അമ്മ ചെയ്യുന്നത് ശരിയല്ല കേട്ടാ, അവൻ പഠിക്കുന്ന പയ്യനാണ്, അവൻ ചെറിയൊരു ആൺകുട്ടീന്, അവള് ഇങ്ങനെ ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി അമ്മ ആര്യനെ ചതിക്കുന്നത്, ആര്യനെ ഈ കുഴിയിലേക്ക് വലിച്ചിടുന്നത് ശരിയല്ല, ഞാനത് സമ്മതിക്കില്ല എന്ന് നമ്മുടെ മീനാക്ഷി പറയുമ്പോൾ, മീനാക്ഷി നീ ഒന്നും മിണ്ടാണ്ടിരിക്കും, എൻ്റെ മോനോട് ഞാൻ സംസാരിക്കട്ടെ, അവനെ ഞാൻ പറഞ്ഞ എൻ്റെ മോൻ കേൾക്കും എന്ന് പറഞ്ഞ്, ഞാൻ ഈ കാലിൽ നിന്ന് എനിക്കണമെന്നുണ്ടെങ്കിൽ നീ മിത്രനെ വിവാഹം കഴിക്കണം മോനെ, എൻ്റെ ആങ്ങളമാരെ വിഷമത്തിൽ നിന്ന്, അതായത് നാണക്കേടിൽ നിന്ന് കരകയറ്റാൻ എൻ്റെ മോനെ കൊണ്ട് മാത്രം പറ്റുള്ളൂ, അമ്മ ചെയ്തതിന് ഒരു പ്രായശ്ചിത്തമാണിത് എന്നൊക്കെ പറഞ്ഞ് കോമതി ഇങ്ങനെ കാല് പിടിച്ച് ഇങ്ങനെ പൊട്ടി കരയുന്നു. കാലുമെന്ന് എഴുന്നേൽക്കുന്നില്ല. ഒരു വിധത്തിൽ ആര്യം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആര്യം പറയുന്നുണ്ട്, അമ്മ കടലിൽ ചാടാൻ പറഞ്ഞാലോ ഞാൻ മരിക്കും, സന്തോഷത്തോടെ ഞാൻ മരിക്കും, പക്ഷേ ഇവളെ കണ്ണിന് നേരെ കണ്ടിടാത്ത അവളെ വിവാഹം കഴിക്കാൻ മാത്രം അമ്മയ്ക്ക് എങ്ങനെ എന്നോട് പറയാൻ തോന്നിയെന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി എനിക്ക് ഒരു പൊടിക്ക് സമ്മതിക്കാണ്ട് നിൽക്കുന്നു. ആര്യനാണെങ്കിൽ എന്ത് ചെയ്യാന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് കണ്ണീരോടെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മിത്രനെ ആര്യൻ ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ മിത്ര സമ്മതിക്കില്ല, മിത്ര പറഞ്ഞിട്ടില്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യാനുള്ള ഉദ്ദേശം, ഒരു വൃത്തികെട്ട ഒരുത്തന്നെ കൂടെ ഇറങ്ങിപ്പോന്ന് ഉള്ള സ്വർണ്ണം പണമൊക്കെ അവന് ഊരിക്കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നീ നിന്റെ വീട്ടിലേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വീട്ടിലേക്ക് പോവില്ല, പിന്നെ നീ എന്ത് ചെയ്യാനുള്ള ഉദ്ദേശം, ഇതല്ലാതെ വേറൊരു വഴിയില്ല, ആ പയ്യൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് തന്നെ നീ നിന്റെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗ്യം എനിക്ക് വേണ്ട, അവനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എനിക്ക്, ഞാനും അവനും കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അറിയാം, പക്ഷേ ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ നിന്റെ അപ്പച്ചി വേറൊരു മാർഗവും കാണില്ല, അപ്പച്ചി ആ സ്ത്രീ ഗോമതി ചേച്ചിയുടെ സ്വന്തം മോൻ്റെ ജീവിതമാണ് നിനക്ക് വേണ്ടി കഴിഞ്ഞിട്ട് നശിപ്പിക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്ര അങ്ങനെ നിന്ന് കരയിനെ എന്ത് ചെയ്യുന്നറിയാണ്ട് ഒരു സമാധാനം ഇല്ല, ഒന്നും തടയാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അന്ന് അച്ഛൻ്റെ അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് നിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെന്ന് വെച്ചപ്പോൾ അതും പറ്റില്ല, നിന്നെ ആ നാട്ടിൽ നീ ഒളിച്ചോടി പോയിന്നൊരു പേര് ദോഷം കേട്ടിട്ടുണ്ട്, നിന്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബക്കാർക്കും മാനത്തോടെ തല ഉയർത്തി പിടിക്കണമെങ്കിൽ നിന്റെ അപ്പച്ചിയുടെ മകനെ നീ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിത്രനെ ഒരു വിധത്തിന് സമ്മതിപ്പിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്നല്ലാതും മിത്രനെ അളവ് ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരണ്ടെ ഭാര്യയും അമ്മയൊക്കെ കൂടി ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അവരെല്ലാവരും കൂടെ മുന്നിൽ നിന്നിട്ടാണ് നടത്തുന്നത്. പിന്നെ കാണിക്കുന്നത് കല്യാണമാണ്. കല്യാണം നമ്മുടെ ആര്യൻ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് മിത്രയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. മിത്ര വെറുപ്പ് എന്ന് പറയുന്നതും പല സ്ഥലത്ത് വെച്ച് മിഥുനെ കാണുന്നതും മിഥുൻ ലോക പൊട്ടയെന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കാൻ നീ നിന്റെ കാര്യന്വേഷിച്ച് നടന്നാൽ മതിയടാന്നൊക്കെ പറയുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ അച്ഛനും പിന്നെ കൃഷ്ണമംഗലത്തുള്ളവർ അവനെ അപമാനിക്കുന്നതും അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ആര്യൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിറയുന്നു. മീനാക്ഷിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അതിന് മുന്നേ തന്നെ മീനാക്ഷി നമ്മുടെ ആര്യനെ ഉപദേശിക്കാൻ നോക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ ഗോമതി മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്. ആര്യ നീ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ അതിൽ കൂട്ടുവെക്കരുത്, നീ പഠിക്കുന്ന ഒരു ആൺകുട്ടീനെ നിന്റെ ഭാവി അവൾക്ക് വേണ്ടി കളയരുത് മോനെ, നിനക്ക് അവസാന നിമിഷമെങ്കിലും നിനക്കിത് വേണ്ടാന്ന് തോന്നുന്നു നീ ഏട്ടത്തിയോട് പറയുക, ഏട്ടത്തി അമ്മനായിട്ട് സംസാരിച്ചിട്ട് നിന്ന് അമ്മനെ പിന്മാറ്റിക്കാന്നൊക്കെ പറയുമ്പോൾ ഗോമതിയൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്. ഗോമതി അപ്പം അമ്മ ആര്യം പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏട്ടത്തി, എൻ്റെ അച്ഛനെ അടിക്കുമ്പോഴും എൻ്റെ അമ്മ തള്ളക്കോഴി കുഞ്ഞിക്കോഴിനെ കാത്തുരക്ഷിക്കുന്നത് പോലെ എൻ്റെ അമ്മ തടഞ്ഞ് നിർത്തുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് അത്രയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ലോകത്തെല്ലാ അമ്മമാരും അങ്ങനെയാണ് മോനെ ചെയ്യുക എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ നിന്റെ ഭാവി കളയരുതെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, എത്രയും പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഏട്ടത്തി, എൻ്റെ അമ്മ എന്ത് പറയണോ അത് ഞാൻ അനുസരിക്കും എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ ഓർത്ത് മീനാക്ഷി ഇങ്ങനെ കണ്ണ് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കണ്. ആ താലി കൊണ്ടുവന്നിട്ട് മേടിക്കാൻ പറ്റണില്ല. അപ്പം മീനാക്ഷി ആ സമയത്ത് ആര്യനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മേടിക്കാണ്ട് നിന്നിട്ട് എന്താ കാര്യം, താലി മേടിച്ച് കഴുത്തി കെട്ടാനൊക്കെ പറയും. അങ്ങനെ ഇവർ മാത്രമുള്ള ആ നേരത്ത് മിത്രയുടെ കണ്ണിലും ആര്യൻ്റെ മുഖം തന്നെയാണ് തെളിയുന്നത്. ആര്യനോടുള്ള വെറുപ്പും ആര്യനെ കുത്തുവാക്കുകൾ കൊണ്ട് പറയുന്നതും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് എന്തായാലും താലികെട്ട് ഭംഗിയായി നടന്നതിന് ശേഷം മുറിയിൽ രണ്ടുപേരെയും കൂടെ ഇരുത്തിയിട്ട് അവർ പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. രണ്ടുപേരും തിരിഞ്ഞിരിക്കുന്ന രണ്ട് കട്ടിലിൻ്റെ രണ്ടപ്പുറമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. രണ്ടുപേരും പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശത്രുവായിട്ട് അങ്ങനെ നോക്കുന്നതും ആര്യൻ ആ പൂമാലയൊക്കെ എടുത്ത് നോക്കുന്നതൊക്കെ ഇനി കാണിക്കുന്നത്. മിത്രണികൾ കഴുതി കെട്ടിയ താലി എടുത്ത് ഇങ്ങനെ പിടിച്ച് നോക്കുന്നൊരു ഭാഗവും കാണിക്കുന്നുണ്ട്. പിന്നീട് ഗുരുവായൂരിൽ എല്ലാവരും യാത്ര പറഞ്ഞ് പോരുന്നുണ്ട്. ഗോമതി അവരോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്, ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾ ആദ്യം പോവാന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ ഗോമതി ബാലേട്ടന് ഫോൺ ചെയ്ത് രണ്ടുപേരും സംസാരിച്ച് ഇന്ന് തന്നെ ഞങ്ങൾ വരുന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും കൂടി ഈ ഗോമതി മിത്രയും അത് വീട്ടിലെത്തുന്നുണ്ട്. ബാലൻ ഒരുപാട് സന്തോഷത്തോടെ ഓടിയൊക്കെ വരുന്നുണ്ട്. ഓടി വന്നിട്ട് കാശ് കൊടുക്കാൻ പോകുമ്പോൾ കാശ് എന്തിനാ മോള് കൊടുക്കുന്നത്, അത് ആര്യം കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല 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 അച്ഛാ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വേഗം തന്നെ പേടിച്ചിട്ട് മീനാക്ഷി കാശ് കൊടുത്ത് ഡ്രൈവറെ പറഞ്ഞയക്കും. ഗോമതി എന്തൊക്കെയുണ്ട് വിശേഷം, ആര്യൻ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേനും ഗോമതി ഒന്നും മിണ്ടാണ്ട് അകത്തേക്ക് കയറിപ്പോവും. അപ്പം ആകെ മീനാക്ഷി ദൈവമേ എൻ്റെ മുന്നിൽ അച്ഛൻ്റെ മുന്നിൽ എന്നെ പിടിച്ചിട്ട് അമ്മ രക്ഷപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് മീനാക്ഷി പോവും. മീനാക്ഷി നീ ഒന്ന് പറയും ആര്യനെ അങ്ങോട്ട് പോയെന്ന് വെച്ചപ്പോൾ ആര്യം ഞങ്ങളെ കൂടി ഉണ്ടായിരുന്നത് കഴിഞ്ഞപ്പോൾ കോളേജിൽ എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ആര്യം വഴിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം എന്നൊക്കെ അറിഞ്ഞ് ബാലൻ എന്നാലും രണ്ട് പെണ്ണുങ്ങൾ അവൻ ഒറ്റയ്ക്കിട്ട് അവരിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണമംഗലത്ത് തന്നെ കാണിക്കുന്നത്, കൃഷ്ണമംഗലത്ത് മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് കരയുന്നു. ആരെ കൂടെ പോയേ, എവിടേക്ക് പോയേ, എന്ത് പറ്റിയെന്നൊന്നും അറിയുന്നില്ല. നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും കണ്ടു കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തിന് കാറ് വന്നിറങ്ങണത്, അതായത് നമ്മുടെ ശരൻ്റെ ഫാമിലിയുടെയും കാറാണ് വന്നിറങ്ങണത്. അതെന്തായാലും കൃഷ്ണമംഗലത്താരെ സ്വന്തക്കാരാണ്, അവിടെ ഉള്ളവരാണ്. അമ്മനാണ് കാണുമ്പോൾ അമ്മ എന്താ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലനും വന്ന് വാതുക്കയിൽ നിൽക്കുന്നുണ്ട്. മീനാക്ഷി കല്യാണ സാരിയിൽ അത്യാവശ്യം ആഭരണമൊക്കെ ഇട്ടിട്ട് പൂമാലയൊക്കെ കഴുത്തിലിട്ട് മീനാക്ഷി അല്ല മിത്ര ഇറങ്ങി വന്നിട്ടുണ്ടപ്പോൾ മുത്തശ്ശിയും അതുപോലെ തന്നെ കൃഷ്ണമംഗലത്തുള്ളവർ എല്ലാവരും ഓളെ എത്തിക്ക് വരുന്നുണ്ട്. കൃഷ്ണമംഗലത്ത് എന്നിട്ട് അമ്മ നീ എവിടെ പോയിരിക്കുന്നടി, ആരുണ്ട് നീ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ തലങ്ങും വിലങ്ങും അടിക്കുന്നൊക്കെ ഉണ്ട്. നീ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച് ഞങ്ങളെ നാണക്കേടിൽ ഇറക്കി വിട്ട് ഇതിന് വലിയൊരു ചതി നീ ഞങ്ങളോട് ചെയ്യാനില്ലടി, ഇതിന് ഭേദം ഞങ്ങളെല്ലാവരും നിനക്ക് കൊല്ലായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അലോകിനാണ് മിത്രനോട് ഏറ്റവും ദേഷ്യം. കാരണം അലോകിന് കിട്ടിയ നല്ലൊരു ഭാവിന് ഇല്ലാണ്ടായത്. അമേരിക്കയിലേക്ക് പോകാനുള്ള സ്വപ്നമൊക്കെ കണ്ടിരുന്നതൊക്കെ മിത്ര ഒളിച്ചോടി പോയോടുകൂടി ആ ബന്ധം അവിടെ വെച്ച് അവർ അവസാനിപ്പിച്ചു. ബാലനാണെങ്കിൽ എല്ലാം കേട്ടും കൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. ബാലൻ മാത്രമല്ല മാമനും എല്ലാവരും ഇങ്ങനെ ഓടി വന്ന് നിൽക്കുന്നുണ്ട്. മാമൻ അവരെ എത്തിക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് ശരൺ ഇറങ്ങി വരും. അത് കഴിയുമ്പോൾ ഇവനാണോ നീ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിക്കും. ശരൺ അല്ലെങ്കിൽ എല്ലാ കാറിൽ ആരോ ഇരിക്കുന്നുണ്ട്, ഇറങ്ങി വരാൻ പറയടി എന്ന് പറഞ്ഞ് അലോക് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഇറങ്ങി വരുന്ന ശരൺ കൊണ്ടുവരും. ഇറങ്ങി വരുന്ന ആളെ ശരം കൈ പിടിച്ച് കൊണ്ടുവരുന്ന നമ്മുടെ ആര്യനെന്ന് കണ്ടോടുകൂടി ബാലനെ ഇങ്ങനെ അടിമുടി തകർന്ന് നിൽക്കുന്ന ബാലനെ കാണിക്കുന്നുണ്ട്. ബാലനേക്കാളും ഷോക്ക് കിട്ടിയത് കൃഷ്ണമംഗലത്തുള്ളവരായിട്ട് കൃഷ്ണമംഗലത്താർ ചോദിക്കുന്നുണ്ട്, ഇവന് വേണ്ടിയിട്ടാണ് നീ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കണ്ണിൽ പൊട്ടിയിട്ടത്, നീ ഇവൻ്റെ കൂടെ പോയതും ഉള്ള സ്വർണവും പണവും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നീ പോയത് ഇവനെ കെട്ടാനുണ്ടി, നീ അങ്ങനെ ചെയ്യില്ല എന്നറിയാം, ഇവൻ ഭീഷണിപ്പെടുത്തി നിന്നെ കൊണ്ടുപോയതല്ലേ എന്നൊക്കെ ചോദിച്ച് ആര്യനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. ബാലനും അങ്ങോട്ട് ഓടിച്ചെന്ന് ആര്യനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് സ്വർണവും പണമൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് സ്വർണവും പണം കിട്ടണമെന്ന് കൃഷ്ണമംഗലത്താർ പറയും. നീ നിൻ്റെ മോനെ കൊണ്ട് എൻ്റെ മോളെ ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോയിപ്പിച്ചിട്ട് ആ സ്വർണവും പണമൊക്കെ നീ കൈക്കലാക്കിയല്ലടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ബാലനെ അങ്ങനെ അപമാനിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ആര്യന് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിലായി സ്വർണവും പണത്തിലൊന്നും എൻ്റെ അച്ഛന് പങ്കില്ലാട്ടാന്നറിയാം. പക്ഷെ മിഥുനാണ് കൊണ്ടുപോയി എന്നുള്ള കാര്യം ആര്യം പറയുന്നില്ല. മിത്രനെങ്കിലും വായ തുറക്കുന്നില്ല. കൂടെ വന്ന ശരണിൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവർ ഭയങ്കര വെട്ടും കുത്തും ഉള്ള പോലെ തന്നെ വാക്കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്, വെട്ടാനുള്ള കത്തിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇളയച്ചൻ വരുന്നത്. അതിനുശേഷം എല്ലാവരെയും മുത്തശ്ശി പറയുന്നുണ്ട്. അലോക് വീണ്ടും വീണ്ടും മിത്രനെ അടിക്കാനൊക്കെ നോക്കുമ്പോൾ മിത്രനെ അടിക്കുന്നതിന് മുത്തശ്ശി ശരിക്കും അലോകിൻ്റെ ശകിട്ടത്തേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങൾ മോളെ കാണാണ്ടല്ലേ എന്ന് വിഷമം, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വർണ്ണമാണ് ആലോചിക്കുന്നത്. അവളെന്തായാലും പോയത് അവളുടെ രക്തത്തിൻ്റെ കൂടെ അല്ലേ, അതായത് അവളുടെ അച്ഛൻ്റെ അവളുടെ അപ്പച്ചീരെ മോനല്ലേ, അതുകൊണ്ട് അതിൽ വലിയ നാണക്കേടൊന്നുമില്ല, അവൻ്റെ കൂടെ അവൾ സുഖമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് ഒരുവിധം സന്തോഷമാവുന്നുണ്ട് ആര്യൻ്റെ കൂടെ കണ്ടതോടുകൂടി. പക്ഷെ അമ്മയും ചെറിയമ്മൊക്കെ എന്ത് ചതിയാണ് നീ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവരിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. മിത്രനെ അടിക്കുന്നൊക്കെ ഉണ്ട്. മിത്രണെങ്കിൽ ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആ സമയത്ത് മിത്രനോട് മിത്രയുടെ അച്ഛൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ശരി, നീ വന്നില്ലേ, നിന്നെ ഞങ്ങൾ കയറ്റാം, നിന്നെ വീട്ടിലേക്ക് അകത്തേക്ക് ഞങ്ങൾ കയറ്റാം, നിന്നോട് ഞങ്ങൾ ക്ഷമിക്കാം, സ്വർണവും പണമൊക്കെ പോട്ടെ, അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കോളാം, അതിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ട. പക്ഷേ നിന്നെ ഈ വീട്ടിൽ കെട്ടിനേക്കാൾ മുന്നേ ആ കെട്ടുതാലി അഴിച്ച് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരണം, അങ്ങനെ നിന്നെ വീട്ടിലേക്ക് കയറ്റാന്ന് പറയും. അപ്പം എല്ലാവർക്കും സന്തോഷമാവും. ശരി മോളെ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ഈ കെട്ടുതാലി അഴിച്ച് അകത്തേക്ക് നിങ്ങൾക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും. കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയോട് താലി അഴിച്ച് മാറ്റാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ഉണ്ടാ? നീ നിൻ്റെ ഭാര്യനെ കല്യാണം കഴിച്ചത് സ്വന്തത്തിൽ നിന്നല്ലേ, നിൻ്റെ അനിയൻ കല്യാണം കഴിച്ചത് സ്വന്തത്തിൽ നിന്നല്ലേ, പിന്നെ എന്തുകൊണ്ട് മിത്രയ്ക്ക് മിത്രയുടെ അപ്പച്ചീര പോനെ കല്യാണം കഴിച്ചുകൂടാന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്.
പക്ഷെ അമ്മ ഇതിൽ ഇടപെടണ്ട. മിത്രേ, നിന്റെ അഭിപ്രായം നീ പറയണം. ഈ താലി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നിനക്ക് വരാൻ പറ്റോ ഇല്ല എന്നൊരൊറ്റ കാര്യം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അതിനെന്തായാലും മിത്ര തയ്യാറാവുന്നില്ല. താലി കെട്ടിയ താലിമ പിടിച്ച് നിൽക്കുന്ന മിത്രനെ കാണിക്കുന്നുണ്ട് എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.